നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ജംഗ്ഷൻ സമീപമാണ്. കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനിൽ നിന്നും വെറും 400 മീറ്റർ മാത്രം മാറി 9 സെന്റിലായിട്ട് 2100 സ്ക്വയർ ഫീറ്റ് വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത്. 3 ബെഡ്റൂമോട് കൂടി പൂർണ്ണമായും ചുടുകല്ലിലും തേക്കും തടിയിലും നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ്. അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാർ പാർക്കിന്റെ കാര്യത്തിൽ നിന്ന് യാതൊരു പ്രോബ്ലം ഇല്ല. ഓൾമോസ്റ്റ് ഒരു വണ്ടി നമുക്ക് ഇവിടെ ഇടാൻ പറ്റും. അതിന്റെ ബാക്ക് സൈഡിൽ വേണമെങ്കിൽ ഒരു വണ്ടി ഇടാൻ പറ്റും. ഇത്രയും ഭാഗം കൂടി നമുക്ക് കാർ പാർക്കിംഗ് ഏരിയ ആയിട്ടില്ല. 2, 3, 4 കാർ പാർക്ക് ചെയ്യാനുള്ള ധാരാളം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട് കൂടിയാണ്. നമുക്ക് ആ സൈഡിലേക്ക് വരുന്നതാണ്. നമുക്ക് ഇതിന്റെ ഒരു 3 സെന്റ് സെപ്പറേറ്റ് ആണ് കിടക്കുന്നത്. അതും വേണമെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 9.25 സെന്റാണ് ടോട്ടലായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. താഴത്തെ നില ഓൾമോസ്റ്റ് 15 to 17 വർഷമാണ്. മുകളിലത്തെ നില ഓൾമോസ്റ്റ് ഒരു 5 ഇയറിനകത്താണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മേടിക്കാമെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഈ സൈഡിലേക്ക് നമുക്ക് ഇതിനകത്ത് എൻട്രൻസ് ഉണ്ട്. നമുക്ക് ഏകദേശം 3 നമുക്ക് സെപ്പറേറ്റ് ആണ് ഇട്ടേക്കുന്നത്. അതിൽ അത്യാവശ്യം ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഡെവലപ്മെന്റ് ഒന്നുമില്ല, നല്ലൊരു ഡെവലപ്മെന്റ് ആയിട്ടുള്ള നല്ലൊരു രീതിയിലേക്കാണ്. അതിലേക്ക് ഏത് വണ്ടിയും വരാൻ പറ്റുന്ന വീട് വെക്കാനും പറ്റും. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ചെറിയ രീതിയിലേക്കുള്ള തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സോപാനോ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിലേക്ക് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ നല്ല ഡോറുകൾ കംപ്ലീറ്റും തേക്കും തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അകത്തേക്ക് കയറുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ ആണ് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലേക്ക് ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥല സൗകര്യത്തിന്റെ കാര്യത്തിൽ യാതൊരു പ്രോബ്ലമില്ല. ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് എനിക്ക് പേഴ്സണലി ഞാൻ എപ്പോഴും പറയും പോലെ തന്നെയാണ് വീടിനകത്ത് കയറുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കാണ് ഈ വീട് എനിക്ക് തോന്നിയിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റിലത്തെ ഫ്ലോറിലെ ബെഡ്റൂം താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം കാണുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലേക്കുള്ള ബോർഡുകളാണ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. മുകളിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിന്റെ സൈസും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. അവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഫിഷ് ടാങ്ക് കൊടുത്ത് ഒരു 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 പോസിറ്റീവ് വൈബായിട്ട് രീതിയിലേക്കാണ് ഇത് കൺസിഡർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കിച്ചണിലേക്ക് പോകുമ്പോൾ കിച്ചണും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ എന്ന് പറഞ്ഞാൽ 3 സൈഡിലേക്കും അങ്ങ് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന സ്റ്റോറേജ് സ്പേസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ റിനോവേഷനൊക്കെ ഇടയ്ക്ക് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മെയിൻ്റെനൻസ് വർക്കുകളൊന്നുമില്ല. നല്ല രീതിയിലേക്കാണ് ഇതിന്റെ റിനോവേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം ടൈപ്പ് എന്ന് എനിക്ക് പറയാനില്ല. എന്നാലും ഒരു ക്വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഏരിയ വരുന്നത്. നമ്മുടെ കുടപ്പനക്കുന്ന് കളക്ടറേറ്റിൽ നിന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു 2-3 മിനിറ്റിനകത്ത് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു അല്പം ഒതുങ്ങി താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും താമസിക്കാൻ പറ്റുന്ന ഒരു ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഏരിയ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ കുറച്ച് റിനോവേഷനൊക്കെ ചെയ്ത് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമായ രീതിയിലേക്ക് നമുക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളതുണ്ട്. ആ ഡോറുണ്ട്. അതുപോലെ തന്നെ ആ സൈഡിലേക്ക് നമുക്ക് ഇവിടെ നല്ല ധാരാളം സ്പേസസ് ഉണ്ട്. ഈ സൈഡിലൊക്കെ നമുക്ക് ഇനിയും വേണമെങ്കിൽ വർക്ക് ഏരിയ ഒക്കെ വേണമെങ്കിൽ ഇറക്കാം. ഏത് രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ മുകളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ ഒരു ഹാള്, 2 ബെഡ്റൂം, ഒരു ബാൽക്കണി ഏരിയ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെയിൽ പാറ്റേൺ ആണ് നമ്മളെ സ്റ്റെപ്പുകളും കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽ വന്നിട്ട് മെറ്റലും വുഡും കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് 2 മെറ്റലാണ് കേട്ടോ, 2 മെറ്റലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഹോൾ എന്ന് പറഞ്ഞാൽ നല്ല വൈഡ് ആയിട്ടുള്ള നല്ലൊരു ഹോൾ ഏരിയ. നമുക്ക് റെന്റോട്ടൊക്കെ കൊടുക്കാനൊക്കെ ധാരാളം ഓപ്ഷൻസ് ഉള്ള ഒരു വീടാണ് കൂടിയാണ്. നമുക്ക് ഇവിടെ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു വീടായിട്ട് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ഫ്ലോർ ആയിട്ട് റെന്റ് കൊടുക്കാനുള്ള നല്ല ഓപ്ഷൻസ് ഉള്ള വീടാണ്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഹോളിന്റെ കാര്യത്തിൽ നല്ല വൈഡ് ആയിട്ടൊരു ഹോളാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ആ ബെഡ്റൂം ആയാലും അതിവിശാലമായിട്ടുള്ള ബെഡ്റൂം, ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന കാറ്റഗറി. താഴത്തെ ബെഡ്റൂമിന്റെ അതേ സൈസ് തന്നെ ഈ ബെഡ്റൂം. സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകൾ അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ള സ്റ്റോറേജ് സ്പേസുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫോൺ 2ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിൽ തന്നെ നമുക്ക് അടുത്ത ഫസ്റ്റ് ബെഡ്റൂമിന്റെ ഉള്ള കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് പിന്നെ പറയാം. 2ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ അതും യാതൊരു പ്രശ്നമില്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം സൈസാണ്. സ്റ്റോറേജ് സ്പേസുകൾ തന്നെ ധാരാളം കൊടുത്തിട്ടുണ്ട്. അത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം സൈസ് ആയാലും
അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം വേണം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കോമൺ ബാത്റൂം കൊടുത്തതിന്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ ഷീറ്റൊക്കെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ വാഷ് ബേസിനെ കൊടുത്തിട്ടുണ്ട്. നല്ല വിശാലമായ രീതിയിലേക്ക് തന്നെ ഒരു സ്പേഷ്യസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസുകളായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് ടെറസിലേക്ക് പോയാലും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. നല്ല അത്യാവശ്യം അടുത്തൊക്കെ നല്ല വീടുകളുള്ള നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. മുകളിലത്തെ ഫ്ലോറിലെ ഒരു സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ബെഡ്റൂം സൈസിന്റെ അത്ര ഉണ്ട് കേട്ടോ. നല്ല വൈഡ് വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി. പണ്ട് കാലത്തൊക്കെ പോലെ ഇത് സിമെന്റിലാണ് ചെയ്തേക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ജാളി ടൈപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു സൺസെറ്റ് ഒക്കെ വരുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ട് ഗ്ലാസ് പാറ്റേണെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ അത്യാവശ്യം കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ കുറച്ച് ലാൻഡ് ഏരിയ കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ളവർക്ക് ഓപ്ഷൻസ് ആണ് കേട്ടോ. 2 വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ വീട് വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു വീട് കൂടി വെക്കണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നല്ല ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ടും ചെയ്യുന്നുണ്ട്. ആ ഒരു 3 സെന്റിലേക്ക് നല്ലൊരു വീട് വെച്ച് താമസിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് സ്ഥലം ഏരിയ ഇപ്പോൾ കളക്ടറേറ്റ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ കുടപ്പനക്കുന്ന് ബേസ് ചെയ്ത് അല്ലെങ്കിൽ പേരൂർക്കുള്ള ബേസ് ചെയ്ത് കുറച്ച് ലാൻഡ് ഏരിയ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ കളക്ടറേറ്റിൽ നിന്ന് വെറും 400-450 മീറ്റർ മാത്രമാണ് ഇതിലേക്ക് വരാൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നേരെ കയറുന്ന കളക്ടറേറ്റ് ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബസ് സൗകര്യമൊക്കെ ഉള്ളവർക്ക് ഏകദേശം 400 മീറ്റർ മാത്രം നമുക്ക് നടന്ന് ജസ്റ്റ് ഒരു 2, 3 അല്ലെങ്കിൽ 5 മിനിറ്റ് താഴെ വീട്ടിലെത്താൻ പറ്റുന്ന ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത്. 9.25 സെന്റാണ്. നമുക്കൊരു വീട് കൂടി വെക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് 3.25 സെന്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, 6.25 സെന്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് 9.5 സെന്റിനകത്തായിട്ട് 2100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ്. താഴത്തെ ഫ്ലോറിലും താഴത്തെ ഫ്ലോർ ഏകദേശം 15 വർഷവും മുകളിലത്തെ ഫ്ലോറിൽ ഏകദേശം ഒരു 5 വർഷത്തിനും താഴെ മാത്രമാണ് ഇതിലേക്ക് പഴക്കം വരുന്നത്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,10,00,000 രൂപയാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാനുള്ള ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായും 6.25 സെന്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വീടും അത് നമുക്ക് അതിനനുസരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് തന്നെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴേക്കാണ് നമ്പറിൽ വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക.